കല്യാണം കഴിഞ്ഞിട്ട് അധികം വർഷങ്ങളായിട്ടില്ലാത്ത ഒരു കപ്പിൾ who are in their late 20s. ഹസ്ബൻഡ് ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ. പക്ഷെ വൈഫ് ആണെങ്കിൽ കല്യാണത്തിന് മുമ്പ് കുറച്ച് റോങ് ഫിനാൻഷ്യൽ ഡെസിഷൻസ് ഒക്കെ എടുത്തിട്ട് അത്യാവശ്യം ലോൺസും ക്രെഡിറ്റ് കാർഡ് ബിൽസും ഒക്കെ പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. കല്യാണത്തിന് മുമ്പ് വൈഫിന്റെ ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിയാവുന്ന ഹസ്ബൻഡ് അതത്ര കാര്യമാക്കിയിരുന്നില്ല. ബട്ട് കല്യാണം കഴിഞ്ഞ് ആസ് എ ഫാമിലി ഒരുമിച്ച് ഫിനാൻഷ്യൽ പ്ലാൻസ് ചെയ്യുമ്പോൾ വൈഫിന്റെ ലോൺസ്, ക്രെഡിറ്റ് കാർഡ് ബിൽസ് ഇതിനൊക്കെ വേണ്ടി തന്നെ ഒരു വലിയ ശതമാനം കാശ് മാറ്റി വെക്കേണ്ടി വരുന്നു. ഇതത്ര പിടിച്ചിട്ടില്ലാത്ത ഹസ്ബൻഡ് പാരന്റ്സ്, ഇൻലോസ്, മറ്റ് റിലേറ്റീവ്സിന്റെ മുന്നിലൊക്കെ വൈഫിനെ കുറിച്ച് തമാശ രീതിയിലൊക്കെ കുത്തിക്കാണിക്കാനായിട്ട് തുടങ്ങുന്നു. അത് മാത്രമല്ല ഫ്രണ്ട്സ് ഗ്യാദറിംഗിൽ കൂടി ഇങ്ങനെയുള്ള കുത്തിക്കാണിക്കൽ തമാശ അടി കോമൺ ആവാനായിട്ട് തുടങ്ങി. ലൈക്ക് ഇവള് കല്യാണത്തിന് മുമ്പ് അവിടെ ഇവിടെയൊക്കെ ട്രിപ്പ് പോയതിന്റെ ക്ഷീണം ഏതുവരെ തീർന്നിട്ടില്ല, അതൊക്കെ തീർന്നാലേ ഞങ്ങൾക്ക് വല്ല ട്രിപ്പിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവള് അതിലും ഇതിനൊക്കെ ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ഇനി ഒരു ടെന്റ് വാങ്ങിക്കാൻ കൂടി കാശ് തരില്ല, അപ്പോഴല്ലേ ഒരു വീട് വാങ്ങിക്കൽ പ്ലാനൊക്കെ. ഇങ്ങനെ തങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് താൻ ഉത്തരവാദിയല്ല, എല്ലാം തന്റെ വൈഫ് കാരണമാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിച്ച് അവരുടെ മുന്നിൽ നല്ല പിള്ള ചമയുന്ന ഹസ്ബൻഡിന്റെ ഈ ഒരു ബിഹേവിയർ ശരിയാണ്. എന്തൊക്കെയാണെങ്കിലും എന്റെ സൈഡ് തന്നെയാണ് തെറ്റ്. ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. എന്നിരുന്നാലും മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ എംബാരസ് ചെയ്യിപ്പിക്കുന്ന കമന്റ്സ് ഒക്കെ കേട്ട്, അത് മാത്രമല്ല ഒരു കപ്പിൾസിന്റെ ഇടയിൽ മാത്രം ഇരിക്കേണ്ട കുറെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഒരു ലിമിറ്റും ഇല്ലാതെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്നത് ആ പോട്ടെ എന്ന് സഹിച്ച് വൈഫ് ജീവിക്കുന്നത് ശരിയാണോ? ലെറ്റ്സ് തിങ്ക്. ബാക്ക് ടു നമ്മുടെ സ്റ്റോറിയിലോട്ട് തന്നെ പോവാം. ഇവിടെ കപ്പിൾസ് രണ്ടുപേരും ചെയ്ത ഒരു മിസ്റ്റേക്ക് ആണ്, അവർ അവർക്കിടയിലും അവരുടെ റിലേഷൻഷിപ്പിന് പുറത്തും ബൗണ്ടറി സെറ്റ് ചെയ്തിരുന്നില്ല. അതാണ് എപ്പിസോഡ് 2ന്റെ ലെസൺ. മെന്റലി സ്ട്രോങ് കപ്പിൾസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു സെറ്റ് ബൗണ്ടറീസ്. ഈ സീരീസിലെ എല്ലാ എപ്പിസോഡിന്റെയും ഫുൾ വീഡിയോ ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കരുത്.